ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ കോളേജിലെ ഇലക്ഷൻ ഡേ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാണ്. എൻ്റെ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫാണിത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇതേ ഹാനിമോൾ എഴുന്നേറ്റിരിപ്പുണ്ട്. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഹാനിമോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഞാനും അഖിലേൻ്റെ ഒരു കടയിൽ കയറാനായിട്ടുണ്ടായിരുന്നേ. അവിടെയൊക്കെ കയറി കഴിഞ്ഞ് നേരെ കോളേജിലേക്കാണ് പോയത്. കോളേജിൽ പോയപ്പോഴേക്കും കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നോർമലി ഇലക്ഷൻ ഡേ ആകുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വോട്ട് ചെയ്യാനായിട്ട് വരാറില്ല. നോർമലി വരുന്നേക്കാളും കുറവാണ്. എന്നാലും ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കോളേജിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാനും അഖിലാണ് നേരത്തെ എത്താറ്. സുമിയെ വർഷം വരുമ്പോൾ നോർമലി ലേറ്റ് ആവും. ഇത് പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് ലിയ. ഇന്നത്തെ ഏകദേശം എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തു തന്നത് ഈ ലിയ ആണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ടാസ്ക് ആണ് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 20 പേരുടെ പേര് നമ്മൾ കാണാണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും വോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ID കാർഡുമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ KSU SFI നമുക്ക് അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റിൻ്റെ ചെറിയൊരു ഫോം തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മാറി വോട്ട് ചെയ്യാണ്ടിരിക്കാനായിരിക്കും അവർ അങ്ങനെ തന്നത്. നേരത്തെ ഇറങ്ങിയാൽ പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നപ്പോഴേക്കും ഇതേ മെൻറ്റാലിറ്റിയോടെ ആയിരിക്കാം എല്ലാവരും നേരത്തെ വന്ന് ക്യൂവിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഇലക്ഷനാണ്. കഴിഞ്ഞ തവണ നമുക്ക് 2 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ ഒരു തവണ 18 വോട്ട് എന്തോ ഉണ്ടായിരുന്നേ. നമ്മൾ അവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് സുമി വന്നത്. അപ്പം സുമിയുടെ സ്കൂട്ടർ മേളിലേക്ക് കയറ്റി വിടാത്തതുകൊണ്ട് തന്നെ ആ വിഷമത്തിൽ കയറി പോകുന്നതാണിത്. റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ജലദോഷം ഉണ്ടായതുകൊണ്ടാണ് ഈ സൗണ്ടിന് ചെറിയൊരു ഡിഫറൻസ്. ബുക്കൊക്കെ കൊണ്ടുവന്ന് എന്തിനീ ബുക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യമെന്നാണ് പറഞ്ഞത്. ഞാൻ അതിന് വേണ്ടിയിട്ട് തപ്പി കണ്ടുപിടിച്ചതാണ് വീട്ടില്. പക്ഷെ സുമിയുടെയൊക്കെ അതേ നല്ലപോലെ ഇരിപ്പുണ്ട്. എൻ്റെ ID കാർഡിന്റെ കാലം ശോചനീയ അവസ്ഥയിലാണ് അഖിലേരെന്നുള്ളത്. അപ്പം എനിക്കൊരു സമാധാനമായി. Vote for KSU and vote for SFI. അങ്ങനെ ഫൈനലി ഞാൻ കയറാനായിട്ട് പോവുകയാണ്. കയറാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് വെച്ചിരുന്ന പേരൊക്കെ ഞാൻ ഏകദേശം മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ബ്ലൂ ID കാർഡിൽ എൻ്റെ ഫോട്ടോ ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഈ കഴുത്തിലിട്ടിരുന്ന ഈ ഒരു ID കാർഡാണ് ഞാൻ ഇവിടെ കൊടുത്തത്. എക്സൈറ്റഡ് ആയിരുന്നേ, കാരണം ലാസ്റ്റ് വോട്ടിനാണ്, ലാസ്റ്റ് ഇലക്ഷനാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെല്ലാം. നോർമലി കോളേജിൽ SFI തന്നെയാണ് വിൻ ചെയ്ത് വരുന്നത് ഒരു 15 years ആയിട്ട്. അപ്പോൾ അതിനേക്കാളും ഒക്കെ KSU ഇപ്പോൾ ഭയങ്കര അധികം സ്ട്രെങ്ത്തിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിംഗും ഉണ്ടായിരുന്നു, ആരായിരിക്കും ജയിക്കുക എന്നുള്ള ആ ഒരു വെയിറ്റിംഗും ഉണ്ടായിരുന്നേ.
ദൂരെ ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വോട്ട് ചെയ്യുന്നത് ഞാനാണ്. നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബോക്സിനുള്ളിൽ നമ്മൾ ആ പേപ്പർ കൊണ്ടിട്ടിടണം. എല്ലാവരെക്കാളും കുറച്ചധികം ടൈം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വോട്ട് ചെയ്ത ക്ഷീണത്തിൽ കുറച്ച് നേരം തിരിച്ച് ക്ലാസ്സിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ഈ ഒരു സംഭവം എടുത്ത് കഴിക്കുന്നുണ്ട്. നമ്മളിതാ വാങ്ങാനാണ് ആദ്യം കടയിൽ കയറിയത് രാവിലെ. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി നമ്മൾ കോളേജിലെ മേളിലത്തെ ബിൽഡിങ്ങിലേക്കാണ് വന്നത്. ഓൾറെഡി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും KFCൻ്റെ വകയും SFIയുടെ വകയൊക്കെ താഴെ ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ അങ്ങ് താഴെ റോഡിലാണ് കൊടുക്കുന്നത്. നമ്മളവിടെ നടന്നെത്തിയപ്പോഴേക്കും ബിരിയാണിയൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി അടുത്ത സ്റ്റോക്ക് വരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. വർഷയ്ക്കാകിലേക്കും ബിരിയാണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് സുമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അടി നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പോലീസും അങ്ങനെ ഒരുപാട് ആൾക്കാർ പാർട്ടിക്കാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബിരിയാണിയൊക്കെ കിട്ടി തിരിച്ച് നേരെ ക്ലാസ്സിൽ വന്നപ്പോഴേക്കും ഈ മിഠായൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരാനായിട്ട് നല്ലപോലെ ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഫൈനലി ആഫ്റ്റർ 15 ഇയേഴ്സിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് കോളേജ് നെടുമങ്ങാട് KSUന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.